പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിൻസി. ഞാൻ തൃശ്ശൂർ ആയുർബഥാനിയ ആയുർവേദ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ദൈവം നമുക്ക് മനോഹരമായ ഒരു പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ആ പ്രകൃതിയിലൂടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത്. എന്നാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ പ്രകൃതിയിലെ വൈവിധ്യമാർന്ന ദൈവം തന്നിട്ടുള്ള ഓരോരോ അനുഗ്രഹങ്ങളും നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകൃതിയിലൂടെ തന്നെയാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. ഏതൊരാവശ്യങ്ങൾക്കും പ്രകൃതിയിൽ നിന്നുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ വരെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ടും യാന്ത്രികമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതിനാൽ തന്നെ പണ്ടൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരുപാട് അസുഖങ്ങൾ ഇന്നത്തെ നമ്മുടെ മനുഷ്യരാശിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ പ്രകൃതിയിലോട്ട് തന്നെ തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ചെടികളും ഔഷധമൂല്യമുള്ള ഒരുപാട് ചെടികൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ അവൈലബിൾ ആണ്. പണ്ടുള്ള ആൾക്കാരൊന്നും ഹോസ്പിറ്റലുകളോ ഇത്രയധികം വൈവിധ്യമാർന്ന ചികിത്സാ രീതികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും ആൾക്കാരൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ചെടികളിൽ നിന്നൊക്കെയുള്ള മരുന്നുകൾ അവരവർ തന്നെ കണ്ടുപിടിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രകൃതിയെ ഏറ്റവും അധികം പ്രകൃതിയുടെ ഉപയോഗം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉത്ഭവിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. ഒരുപാട് ആചാര്യന്മാർ അവരുടെ അനുഭവങ്ങളിലൂടെ, അനുഭവ സമ്പത്തിലൂടെ, അവർക്ക് കിട്ടിയ ദർശനങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണിത്. അതിനുശേഷം ഇന്നത്തെ കാലം വരേക്കും ഓരോരോ തലമുറയിൽപ്പെട്ട ഓരോ ജീനിയസുകളായിട്ടുള്ള ആചാര്യന്മാർ ഇന്നും അവരുടെ കിട്ടുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ പകർന്നു തന്ന് എന്നും ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് ആയുർവേദം. ആയുർവേദം എന്നത് ഒരിക്കലും ഒരു ചികിത്സനോപാധി മാത്രമല്ല. ആയുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ, ഒന്ന് അസുഖം വരാതെ നോക്കുക, ഇനിയൊന്ന് വന്നാൽ തന്നെ അതിനെ ചികിത്സിക്കുക. ഇതിൽ തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, അതായത് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇനിയൊന്ന്, ആയുർവേദം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നമ്മുടെ ഒരു ലൈഫ് സയൻസാണ്. എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. എന്നാൽ ഈ ആയുർവേദത്തിൽ പറയുന്ന ജീവിത രീതികളല്ല നമ്മൾ അനുഷ്ഠിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരുപാട് ഭക്ഷണ രീതികളെ പറ്റി പറയുന്നുണ്ട്. ഋതുചര്യ, ദിനചര്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുദിന ജീവിതത്തിൽ പാലിച്ചു പോരേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൽ നമ്മൾക്ക് ആർക്കും, നമ്മുടെ ഒരു ബിസി ലൈഫ് ഷെഡ്യൂളാണ്, ഇതിലാർക്കും അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോരോ അസുഖങ്ങൾ വന്നു ചേരുന്നതാണ്. ഒന്നാമത് നമ്മുടെ ഒരുപാട് ചേരാൻ പാടില്ലാത്ത ഭക്ഷണ രീതികൾ നമ്മൾ ചേർത്ത് കഴിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലി തീരെ നന്നല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നല്ല രീതിയിൽ ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ആയുർവേദത്തിൽ കൂടെ തന്നെ, അതായത് നമ്മുടെ പ്രകൃതിയെ എങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.
അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്ന് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി, നല്ല അറിവുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള അറിവ് നേടിയിട്ടുള്ള, അനുഭവത്തിലൂടെ അറിവ് നേടിയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരും നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറയുന്നതൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളാണ്. ആയുർവേദത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഒന്ന് സസ്യങ്ങളിൽ നിന്നുള്ള, അതായത് പച്ചമരുന്നുകൾ എന്ന് പറയും, നമ്മുടെ ചെടികളിൽ നിന്നെടുക്കുന്ന മരുന്നുകൾ. ഇനിയൊന്ന് മെറ്റാലിക് പ്രിപ്പറേഷൻസ്, രസശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. എന്നാൽ നമ്മുടെ ഈ നാട്, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയിട്ടുള്ള നാട് നമ്മുടെ വൈവിധ്യമായ സസ്യവിഭാഗങ്ങൾ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള മരുന്നുകൾ, ചെടികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാ പ്രദേശത്തും ഈസി ആയിട്ട് വളരുന്ന ഒരുപാട് ഔഷധ ഗുണമൂല്യമുള്ള മരുന്നുകളുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമല്ല, നമുക്കൊരു തുടക്കം, അതായത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ നമുക്ക് എന്തൊരു അസുഖം വന്നാലും അതിനെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അതും ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ, അല്ലെങ്കിൽ രോഗം വന്നാൽ രോഗപ്രതിരോധ ശേഷിയുണ്ട്. വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിനെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുതരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളിൽ നിന്ന് ഏതൊക്കെ ചെടികൾ നമ്മൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ചെടികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അറിവ്, ആ ഒരു ബേസിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ഒരാൾക്കാർ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ആയുർവേദത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഓരോ ചെടികളെ പറ്റിയും, നമ്മുടെ ഔഷധ ഗുണമൂല്യമുള്ള ഓരോ ചെടികളെ പറ്റിയും അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി പണ്ടത്തെ തലമുറയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പനപ്പൂപ്പന്മാരായിട്ട് നമുക്ക് ഓരോ ചെടികളെക്കുറിച്ചും പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു എമർജൻസിക്ക് വേണ്ട എല്ലാ ചെടികളും നമ്മുടെ മുറ്റത്ത് തന്നെ പണ്ട് കാലത്ത് നട്ട് വളർത്തുന്നുണ്ടായിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എല്ലാ വീടുകളിലുള്ള തുളസി ചെടികൾ, അല്ലെങ്കിൽ ഒരുപാട് ഔഷധ ഗുണമൂല്യമുള്ള ഒരുപാട് ചെടികൾ നമ്മുടെയൊക്കെ മുറ്റത്തും തൊടികളിലും ഒക്കെ ആയിട്ട് വളരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് മുറ്റമില്ല, മുറ്റം ഉണ്ടെങ്കിൽ തന്നെ അത് ടൈൽസ് ഇട്ട് വിരിച്ചേക്കാണ്, മഴവെള്ളം പോലും വീഴുന്നില്ല, മണ്ണില്ല, അങ്ങനെ ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്നത്തെ ഒരു കാലത്ത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ഒരു പരിസരത്ത് ഉണ്ടാവേണ്ട കുറച്ചധികം ചെടികളെങ്കിലും നമ്മൾ ടെറസിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ ആക്കിയെങ്കിലും വളർത്തി അതിൻ്റെ ഉപയോഗം അറിഞ്ഞിരിക്കുക, അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് നോളജ് ആയിട്ട് തന്നെ നമ്മൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് വഴികളുണ്ട് നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം. നമ്മളിപ്പം ഏറ്റവും എല്ലാവരും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൽ തന്നെ ഓരോ ചെടികളെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ വിദഗ്ധന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പം നഴ്സറികളുണ്ട്, ഒരുപാട് നഴ്സറികളിൽ നടത്തുന്ന ആൾക്കാർക്ക് അറിയാം ചെടികളുടെ ഉപയോഗങ്ങളും ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ ഏതൊക്കെയാണ്, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള അറിവുകൾ പലരും നമ്മൾ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറിവുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പ്രകൃതിയിലോട്ടൊരു തിരിച്ചുപോക്ക്, പ്രകൃതിയെ അറിഞ്ഞ് അല്ലെങ്കിൽ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ നയിക്കേണ്ടതെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള, എന്നാൽ നമ്മളിൽ പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആസ്ട്രേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട യൂപ്പറ്റേറിയം അയ്യപ്പാന എന്ന നമ്മുടെ സ്വന്തം അയ്യപ്പാന. ഇതിൻ്റെ എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്കിത് നട്ടു വളർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏകദേശം 3 അടി പൊക്കത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അയ്യപ്പാന. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിൽ നമുക്ക് നീണ്ട ഇലകളായിട്ടാണ് ഉണ്ടാവുക. ഇത് ഒരു ഇളം വയലറ്റ് നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇളം ബ്രൗൺ കളറോട് കൂടിയ ഒരു തണ്ടാണ്. അതിൽ നിന്ന് ഓരോ മുകുളങ്ങളിൽ നിന്നും 2 ഇലകളായിട്ടാണ് നമുക്കുണ്ടാവുന്നത്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നീളത്തിലുള്ള ഇലയാണിത്. ഇതിൽ നിന്ന് ഓരോ ഞരമ്പിൽ നിന്നും 2-3 ഞരമ്പുകൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ചെറിയ ഓരോ മുകുളത്തിൽ നിന്നും ചെറിയ ഇലകൾ കൂടി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് എങ്ങനെ വളർത്താമെന്ന് വെച്ചാൽ, തണ്ട് മുറിച്ചിട്ട് നമുക്ക് നട്ട് വളർത്താം. ഇത് എവിടെയെങ്കിലും നമ്മളൊരു നഴ്സറി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീടുകളിൽ പോകുമ്പോൾ അയ്യപ്പാനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു ചെടിയുടെ ഒരു തണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് മുറിച്ചുകൊണ്ട് വന്ന് നമ്മളൊരു ചട്ടിയിലോ അല്ലെങ്കിൽ കുറച്ചൊരു മണ്ണുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത് പടർന്ന് പന്തലിച്ചുണ്ടാകുന്ന ഒരുപാട് അതിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ചുണ്ടാകുന്ന തരം ഒരു ചെടിയാണ്. നമുക്ക് യാതൊരുവിധ പ്രത്യേക പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഒരു സ്ഥലത്ത് നമ്മൾ കുഴിച്ചിട്ട് കുറച്ചൊരു അതൊന്ന് മണ്ണിൽ പേരി പിടിച്ച് വളരുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ.
ഉള്ളൂ. ബാക്കി ഇത് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഒരുപാട് അവശ്യഘട്ടങ്ങളിൽ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അയ്യപ്പാന. അപ്പോൾ നമുക്ക് അധികം പരിചരണങ്ങളൊന്നും ഇല്ലാതെ ഒരു തണ്ട് മുറിച്ച് നട്ട് ഒരു വേര് പിടിക്കുന്നവരെ മാത്രം ഒന്ന് പരിചരിച്ചു കൊടുത്താൽ പിന്നെ തന്നെത്താനെ വളരുന്ന ഒരു അല്ലെങ്കിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് അയ്യപ്പാന. അയ്യപ്പാന ചെടി നമ്മൾക്ക് വളർത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു ചെടിയാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. അതായത് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മളിപ്പം മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ വിൽപ്പനയുണ്ട്. അതോടൊപ്പം ഔഷധ ചെടികൾ ഇൻട്രസ്റ്റോടുകൂടി വളർത്തുന്ന ആൾക്കാരുണ്ടാകും. അവരുടെ അടുത്തു നിന്നൊക്കെ നമ്മളിത് വാങ്ങിച്ച് നമുക്കിത് നട്ട് വളർത്തുന്നതിന് യാതൊരുവിധ ചിലവുകളോ കാര്യങ്ങളോ എക്സ്ട്രാ പൈസ ഒന്നും നിങ്ങൾ ചിലവാക്കേണ്ടതില്ല. നമുക്കിത് തണ്ട് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ വേരോട് കൂടിയ ഭാഗം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ട് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വേര് പിടിക്കുന്നവരെ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നും നമ്മൾ വെള്ളം ഒഴിച്ച് പരിപാലിക്കേണ്ട ചെടിയൊന്നും അല്ല ഇത് വേര് പിടിച്ച് വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വേനൽക്കാലത്താണെങ്കിലും നമ്മൾ വളരെ വരൾച്ചയൊക്കെ തോന്നുന്ന സമയത്ത് മാത്രം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് തന്നെത്താനെ വളരുന്ന ഒരു ചെടിയാണ്. ഒരുപാട് കീടങ്ങളോട് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഈ ചെടി വളരുന്ന സ്ഥലത്ത് പാമ്പുകളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം, ഒരു ഐതിഹ്യത്തിലുള്ള വിശ്വാസം കൂടിയാണ്. പാമ്പുകളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഔഷധഗുണം മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം എന്നുള്ള രീതിയിൽ കൂടെ ഈ ചെടി നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ വീടിനോടനുബന്ധിച്ചിട്ടുള്ള പരിസരങ്ങളിൽ തന്നെ നമുക്കിത് നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ്. നാഗവെറ്റില, മൃതസഞ്ജീവനി, അകത്തെ മുറിവൂറ്റി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന അയ്യപ്പാന ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, ധാരാളം പേര് ഉപയോഗിച്ചിട്ടും ഉണ്ടാകും, മൂലക്കുരു അഥവാ പൈൽസ് എന്ന അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഉപയോഗമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അയ്യപ്പാന എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലേക്ക് വരുന്നത് ഇത് പൈൽസിന് ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഒരു കാര്യമായിരിക്കും. ശരിയാണ്, മൂലക്കുരു അഥവാ പൈൽസിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് അയ്യപ്പാന. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള കുട്ടികളൊക്കെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു ചെടിയാണ്. കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ചില ത്വക്ക് രോഗങ്ങളുണ്ട്. ചൊറി, ചിരങ്ങ്, അല്ലെങ്കിൽ കരപ്പൻ, വട്ടച്ചൊറി, പുഴുക്കടി, അങ്ങനെ തുടങ്ങിയ നിസ്സാരമായി കരുതുന്ന ത്വക്ക് രോഗങ്ങൾ മുതൽ സോറിയാസിസ് വരെയുള്ള ഗൗരവപരമായിട്ടുള്ള ത്വക്ക് രോഗങ്ങളിൽ വരെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് അയ്യപ്പാന. അതുപോലെ തന്നെ ഇതിന് വേറൊരു പേര് ഞാൻ പറഞ്ഞല്ലോ, അകത്തെ മുറിവൂറ്റി. അതായത് രക്തസ്രാവമുള്ള കണ്ടീഷനുകളിൽ, അതായത് നമുക്കൊരു ചെറിയ മുറിവാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് അൾസറേഷൻ, ഉള്ളിലുള്ള നമ്മുടെ പുറമേയുള്ളതല്ലാണ്ട് ഉള്ളിലുള്ള ഗ്യാസ്ട്രിക് അൾസർസ് പോലെയുള്ള ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിലുള്ള, അതായത് ഗൗരവപരമായിട്ടുള്ള ബ്ലീഡിംഗ് അല്ല, ചെറിയ ചെറിയ മുറിവുകൾ വന്നിട്ടുകൊണ്ടുള്ള ബ്ലീഡിങ്, അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ, അല്ലെങ്കിൽ അമിത രക്തസ്രാവം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം തുടങ്ങിയ ഒരുപാട് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലും ഈ ചെടി വളരെയധികം ഫലപ്രദമാണ്. അതുകൊണ്ടാണ് ഇതിന് അകത്തെ മുറിവൂറ്റി എന്നുള്ള ഒരു പേര് കൂടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചിൽ. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കാം. തലയിൽ നമ്മുടെ സ്കാൽപ്പിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് താരൻ, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ അയ്യപ്പാന. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നുമില്ല, നമുക്കൊരു നമ്മുടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വരെ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ഉണർവ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ക്ഷീണം മാറാൻ വരെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അയ്യപ്പാന ഉപയോഗിക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ അയ്യപ്പാനയും കൂട്ടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷം, ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ വായ്പുണ്ണിനൊക്കെ വളരെ എഫക്റ്റീവാണ് അയ്യപ്പാന എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടി. വായ്പുണ്ണിന് വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുപാട് നല്ല രോഗശമന ശേഷിയുള്ള ഒരു ചെടിയാണ് നമ്മുടെ അയ്യപ്പാന. ഇതോടൊപ്പം ഇപ്പം ഞാൻ പറഞ്ഞ അസുഖങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് വൈദ്യന്മാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുറിച്ച് വിഭാഗത്തിലൊക്കെ പെട്ട ഒരുപാട് ആദിവാസി വൈദ്യന്മാർ അല്ലെങ്കിൽ മരുന്നുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ അവർ വളരെ സുലഭമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അയ്യപ്പാന.
വളരെയധികം അവരുടെ ഏത് ഔഷധ കൂട്ടുകൾ എടുത്താലും അതിൽ സ്ഥിരമായിട്ടുള്ള ഒരു യോഗത്തിലുള്ള ഒരു ചെടിയാണ് അയ്യപ്പാന. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് വിഷവൈദ്യത്തിലാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പലർക്കും പലപ്പോഴും കടന്നൽക്കുത്ത് അല്ലെങ്കിൽ തേള്, പഴുതാര തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ കടിയേക്കും എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അയ്യപ്പാന നമ്മളെ വളരെയധികം സഹായിക്കും. ഈ ചെടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെയുള്ള ക്ഷുദ്രജീവികൾ കടിച്ചാൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടയില്ല. അതിൻ്റെ നീര് അല്ലെങ്കിൽ ഇലയെടുത്ത് നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വിഷം വലിച്ചെടുത്ത് വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കും. ഇത്രയും സമയം നമ്മൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടി അയ്യപ്പന ഉപയോഗിക്കാമെന്ന് കണ്ടു. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പൈൽസ് അഥവാ മൂലക്കുരു, രണ്ട് സൈസ് പൈൽസ് രോഗമുണ്ട്. ബ്ലീഡിങ് പൈൽസ് ആൻഡ് നോൺ ബ്ലീഡിങ് പൈൽസ്, അതായത് രക്തസ്രാവം വരുന്ന രീതിയിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് തുള്ളി തുള്ളിയായി രക്തം വരുന്ന രീതിയിലുള്ള പൈൽസും ഉണ്ട്. അല്ല, രക്തസ്രാവം ഇല്ല, ജസ്റ്റ് ഒരു മുഴ പോലെ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു മാംസം തള്ളിച്ച പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പൈൽസും ഉണ്ട്. അത് രണ്ടിലും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് അയ്യപ്പാന. അത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് ആദ്യത്തെ ഒരു 21 ദിവസം നമ്മൾ ഓരോ ഇല വീതം, ആദ്യത്തെ ദിവസം ഒരില, രണ്ടാമത്തെ ദിവസം 2 ഇല, മൂന്നാമത്തെ ദിവസം 3 ഇല, അങ്ങനെ 21 ദിവസത്തേക്ക് 21 ഇല എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ ദിവസം ഓരോ ഇല വീതം ചവച്ചരച്ച് കഴിക്കുക. ഏറ്റവും ഗുണം കിട്ടുന്നത് നമ്മൾ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരം നമ്മളിത് ചവച്ചരച്ച് കഴിക്കുക, ഓരോ ഇല വീതം. അങ്ങനെ 21 ദിവസം എത്തിക്കുക. ഇനി അടുത്ത ഒരു 21 ദിവസത്തെ സെറ്റിൽ നമ്മൾ 21 ഇല വീതം ഓരോ ദിവസവും കഴിക്കണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ 21 ഇല കഴിക്കുമ്പോൾ 7 ഇലയായിട്ട് 3 സെറ്റാക്കി വയ്ക്കുക. അതിൽ ഓരോ 7 ഇലയുടെ ഒരു സെറ്റും കഴിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളും കൂടെ അതിൻ്റെ കൂടെ ചവച്ചിറക്കുക. വീണ്ടും അടുത്ത 7 ഇല, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, വീണ്ടും അടുത്ത 7 ഇല, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, അങ്ങനെ 3 സെറ്റായിട്ട് ഈ 21 ഇലകൾ നമ്മൾ ഓരോ ദിവസം കഴിക്കണം. അങ്ങനെ 21 ദിവസവും നമ്മൾ 7 ഇലകളുടെ 3 സെറ്റ് വീതം കഴിക്കുക. 21 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 21 ദിവസത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഡേയിൽ 21 ഇല, നെക്സ്റ്റ് ഡേയിൽ 20 ഇല, തേർഡ് ഡേയിൽ 19 ഇല, അങ്ങനെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. ആദ്യത്തെ 21 ദിവസം നമ്മൾ ഓരോ ഇലകളായിട്ട് കൂട്ടി വന്ന് കഴിച്ചു. ഇനി അവസാനത്തെ 21 ദിവസം നമ്മൾ ഓരോ ഇല വീതം കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് 21ാമത്തെ ദിവസം ഒരിലയിലെത്തിക്കുക. ഇങ്ങനെ ഇത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണ് വേണ്ടത്. ഈ ഇലയുടെ നീര് ഇറക്കി ചവച്ചരച്ച ഇല മുഴുവനായിട്ട് നമ്മൾ കഴിക്കണം. ഇതാണ് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ള ഒരു രീതി പൈൽസിൽ. ഇതിങ്ങനെ നമ്മൾ ഇപ്പം 21 + 21 + 21 ഇത്രയും ദിവസത്തെ ഒരു കോഴ്സാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്ര പഴകിയ പൈൽസ് മൂലക്കുരു രോഗമായാലും അഥവാ എത്ര കോംപ്ലിക്കേഷൻസ് ഉള്ള മൂലക്കുരു ആയാലും ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ആശ്വാസം കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പഴകിയുള്ള രോഗമാണ്, ഇത് റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് എല്ലാ വർഷവും അങ്ങനെ ഒരു 3 വർഷത്തേക്ക് നമ്മൾ അടുപ്പിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. 3 വർഷത്തേക്ക് നമ്മളിത് തുടർച്ചയായിട്ട് ഈ കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ തന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം നമ്മൾ കണ്ടത് വിഷവൈദ്യത്തിലാണ്. തേള്, പഴുതാര, കടന്നൽ തുടങ്ങിയ ക്ഷുദ്രജീവികൾ നമ്മളെ കുത്തുമ്പോൾ നമ്മൾ ഈ ഇല എടുത്തിട്ട് അരച്ച് ഒരു 5-6 ഇലകൾ നമ്മൾ എവിടെയാണ് ഏത് സ്പോട്ടിലാണ് കടിച്ചേക്കുന്നത് നോക്കിയിട്ട് അതിൻ്റെ വ്യാപ്തിക്കനുസരിച്ചിട്ട് എത്ര ഇല എടുക്കണമെന്ന് നോക്കുക. അതിലൊരു അരച്ച് നമ്മളൊരു ലേപനം പോലെ ഇടാൻ വേണ്ടിയിട്ട് ഇല അരച്ച് അതിൻ്റെ നീരോട് കൂടി ഇല അരച്ചെടുത്തിട്ട് അത് നമ്മൾ കടിച്ച ഭാഗത്ത് അല്ലെങ്കിൽ കുത്തുകൊണ്ട ഭാഗത്ത് നമ്മളത് പുരട്ടിയിടുക. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ നീരൊക്കെ പോയി വിഷം വലിച്ചെടുക്കുന്നതായിരിക്കും. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്റ്റുകളോ ഒന്നുമില്ല. ഏറ്റവും സേഫായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ക്ഷുദ്രജീവികളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ വേറെ നമ്മൾ കണ്ടു, വേറെ താരൻ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, മുടി വളരാൻ വേണ്ടിയിട്ടും ഈ അയ്യപ്പാന നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് താരനുണ്ട് ഒരുപാട്, അല്ലെങ്കിലും ഇപ്പം നമ്മളെല്ലാവരും മാർക്കറ്റിൽ കിട്ടുന്ന ഷാമ്പുകൾ അല്ലെങ്കിൽ ഹെയർ ഓയിലുകളൊക്കെയാണ് പരീക്ഷ നോക്കുന്നത്, അതിലൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അയ്യപ്പാനയുടെ ഇലയും തണ്ടും കൂടെ നമുക്ക് എണ്ണ കാച്ചിയിട്ട്, നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ എണ്ണ കാച്ചിയിട്ട് ഈ അയ്യപ്പാനയുടെ നീര് എടുക്കുക. അതേപോലെ തന്നെ ഇലയും തണ്ടും കൂടെ അരച്ചെടുത്ത നീര് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത് അരച്ച പേസ്റ്റ് തന്നെ കൽക്കമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എണ്ണ കാച്ചി ഉപയോഗിച്ച് അത് തലയിൽ തേച്ച് താരൻ, മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതാണ്. അതേപോലെ നമുക്ക് വേറെ, അതായത് നേരത്തെ പറഞ്ഞ അകത്തെ മുറിവൂറ്റി എന്നുള്ള പേരുണ്ട്. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, അൾസറുകൾ വയറ്റിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ്ട്രിക് അൾസേഴ്സിനൊക്കെയാണ്.
അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഈ ഇല ഒന്നെങ്കിൽ നമുക്ക് രാവിലെ ഒരു 5 ml ഇലയുടെ നീര് കുടിക്കാം, നീരായിട്ട് നമുക്ക് കുടിക്കുക. ഇല ചതച്ചെടുത്ത് അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് നമുക്ക് കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇല ചവച്ചരച്ച് കഴിച്ചാലും മതി. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ത്വക്ക് രോഗങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം, അതായത് ചൊറി, ചിരങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി ഇങ്ങനെയുള്ള അസുഖങ്ങളിലും ഈ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള എണ്ണ കാച്ചിയിട്ട് അത് നമ്മൾ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ അത് പുരട്ടി കൊടുക്കാം. അപ്പോഴും നമുക്ക് ഈ അതിൻ്റെ ഇൻഫെക്ഷനും മാറിക്കിട്ടും, തൊലിപ്പുറമേയുള്ള അസ്വസ്ഥതകളും നമുക്ക് ചൊറിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകളും നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ ആദിവാസികളുടെ ഇതിൽ അവർ ഇൻറ്റേർണലായിട്ടുള്ള ഒരുപാട് മരുന്നുകളിൽ ഈ യോഗ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് നമുക്ക് അടുക്കളയിലൊക്കെ നിൽക്കുമ്പം കരിയുമ്പോഴൊക്കെ മുറിവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ അതായത് കറി കരിയുമ്പോഴൊക്കെ മുറിവുണ്ടാകാറുണ്ട്. വീട്ടിലുള്ള വീട്ടമ്മമാരൊക്കെ മുറിവുകളുണ്ട്, അത് മൈൻഡാക്കാണ്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ഇപ്പോൾ ഷുഗർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുറിവുകളുണ്ടായാൽ അത് പഴുത്ത് ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ ഈ മുറിവുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടി തട്ടി വീണ് ഉണ്ടാകുന്ന മുറിവുകൾ, അങ്ങനെയൊക്കെയുള്ള ഏത് മുറിവുകളിലാണെങ്കിലും ഈ ഇല ഉടനെ തന്നെ ഇല 2-3 ഇല എടുത്ത് അത് അരച്ച് അതിൻ്റെ നീര് ഒഴിച്ച് ഒന്നെങ്കിൽ മുറിവുകളിൽ ഒഴിച്ച് അത് കെട്ടി വെക്കാവുന്നതാണ്. മുറിവുകളിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേദന കുറയാനും അതുപോലെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ഇരിക്കാനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ വായ്പുണ്ണിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഇല ചവച്ചരച്ച് തിന്നുക, അല്ലെങ്കിൽ ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊണ്ട് നമുക്ക് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാലും വായ്പുണ്ണൊക്കെ ഒരു പരിധിവരെ കുറയുന്നതാണ്. അതുപോലെ നമുക്ക് അമിത രക്തസ്രാവം സ്ത്രീകളിലുണ്ടാകുന്ന ഒരു മിക്ക സ്ത്രീകളിലും കുറച്ച് ഏജൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിത രക്തസ്രാവം. അപ്പോൾ അവർക്കാണെങ്കിലും ഉള്ളിലേക്ക് നമ്മളൊരു 10 ml ഈ ഇലയുടെ നീരെടുത്ത് ചതച്ചരച്ച് ഈ ഇലയുടെ നീര് പിഴിഞ്ഞെടുത്ത് അത് നമ്മൾ എല്ലാ ദിവസവും 10 ml രാവിലെയും വൈകുന്നേരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അമിത രക്തസ്രാവവും ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അയ്യപ്പാന ഉപയോഗിക്കേണ്ട രീതികൾ. ഇപ്പോൾ ഇത്രയും സമയം നിങ്ങൾ ഈ അയ്യപ്പാനയുടെ ഗുണങ്ങളൊക്കെ കേട്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യമായിട്ടും കരുതേണ്ട ഒരു ചെടി തന്നെയാണ് അയ്യപ്പാന എന്നുള്ളത്. നമ്മുടെ വീടുകളിൽ മാത്രമല്ല, നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ചെടി വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.